കഴക്കൂട്ടം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരം. ആ നഗരത്തെ ഞെട്ടിച്ച സംഭവമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. IT ജീവനക്കാരിക്ക് നേരെയുണ്ടായ പീഡനത്തിന്റെ പശ്ചാത്തലത്തിൽ രാത്രിയിൽ കഴക്കൂട്ടം പരിസരം സ്ത്രീകൾക്ക് സുരക്ഷിതമോ? അന്വേഷിക്കാം. 25 വയസ്സുള്ള ഒരു പെൺകുട്ടി തന്റെ നാടുവിട്ടവൾ മറ്റൊരു നഗരത്തിലേക്ക് വന്നത് ജോലിക്ക് വേണ്ടിയാണ്. അങ്ങനെ അന്നത്തെ ജോലി കഴിഞ്ഞ് അവൾ പുലർച്ചെ ഉറങ്ങുകയായിരുന്നു. ഉറങ്ങുന്ന സമയത്താണ് അവൾ താമസിക്കുന്ന ഹോസ്റ്റൽ മുറിയിലേക്ക് ഒരു അജ്ഞാതൻ കടന്നു വരുന്നത്. ആ അജ്ഞാതനിൽ നിന്ന് അവൾക്ക് നേരിടേണ്ടി വന്നത് സമാനതകളില്ലാത്ത ലൈംഗിക അതിക്രമം. ഇത് നടന്നത് മറ്റെവിടെയുമല്ല, തിരുവനന്തപുരത്ത് ഏറ്റവും കൂടുതൽ വികസനമുണ്ടെന്ന് അവകാശപ്പെടുന്ന കഴക്കൂട്ടത്ത്. നമുക്ക് പരിശോധിക്കാം കഴക്കൂട്ടത്തെ പല മേഖലകളും സ്ത്രീകൾക്ക് സുരക്ഷിതമാണോ എന്ന്. ഈ കത്താതെ നിൽക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് കഴക്കൂട്ടം ജംഗ്ഷനിലാണ്. ആ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരത്തിൽ ഒരൊറ്റ സ്ട്രീറ്റ് ലൈറ്റ് പോലും കത്തുന്നില്ല. അതായത് ഒരു വെട്ടമോ വെളിച്ചമോ ഇല്ലാതെ കൂരിരുട്ട് മാത്രമാണ് ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക്, അത് കാൽനട യാത്രക്കാരാണെങ്കിലും വാഹനത്തിൽ പോകുന്നവരാണെങ്കിലും കൂട്ടായുള്ളത്. ആരെങ്കിലും കാൽനടയായി പോകുന്നുണ്ടെങ്കിൽ അവർക്ക് ഏക ആശ്രയം ഇതുവഴി പോകുന്ന വാഹനങ്ങൾ മാത്രമാണ്. ഇവിടെ എന്ത് സുരക്ഷിതത്വമുണ്ട്, എന്ത് സേഫ്റ്റിയാണുള്ളത് എന്ന കാര്യത്തിലൊക്കെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. IT ജീവനക്കാരികളായ സ്ത്രീകൾ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകളും ലേഡീസ് ഹോസ്റ്റലുകളും ഉള്ള ഒരു വഴിയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെയും പ്രധാനപ്പെട്ട പ്രശ്നം വെളിച്ചമില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനമായി കഴക്കൂട്ടത്ത് നിന്ന് വന്ന പീഡന വാർത്ത പെൺകുട്ടികളെ, പ്രത്യേകിച്ച് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എടുക്കുന്ന സ്ത്രീകളെ ചെറുതായിട്ടൊന്നുമല്ല ഭയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ജോലി കഴിഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ സുരക്ഷിതത്വം ഉറപ്പാക്കണം. അതിന്റെ ചുമതല ആരാണെങ്കിലും അത് ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ റൂമിൽ കയറി ഇതുപോലുള്ളൊരു കാര്യം ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ഡിസപ്പോയിന്റിംഗ് ആണ്. അപ്പം അതുപോലെ തന്നെ ഇതേപോലെ CCTV ഫെസിലിറ്റീസും പ്രോപ്പർ സെക്യൂരിറ്റി ഗാർഡ്സ് ഒന്നും ഇല്ലാത്തൊരു പെൺകുട്ടികൾ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തായാലും ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള നെസസിറ്റീസ് അവിടെ ഉണ്ടാവണമെന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. കഴക്കൂട്ടം കേന്ദ്രീകരിച്ച് രാത്രികാല പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഹോസ്റ്റലുകളിൽ കൃത്യമായി തന്നെ സുരക്ഷാ സംവിധാനം ഉണ്ടെന്ന് ഉറപ്പുവരുത്തണമെന്നും CCTVകളൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്നുള്ള കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകണമെന്നും ഹോസ്റ്റൽ അതോറിറ്റികൾക്കും പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിന് കൂടുതലായിട്ട് നമ്മൾ അന്വേഷണം നടത്തേണ്ടതുണ്ട്. ഈ പ്രതിയുടെ മോട്ടീവ് എന്തായിരുന്നു, പ്രതിയുടെ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണെന്നെല്ലാം നമ്മൾ അന്വേഷിച്ചാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇയാളൊരു ലോറി ഡ്രൈവറാണ്. ഇയാൾക്ക് ഇയാളുടേതായിട്ടുള്ള വാഹനമുണ്ട്. അപ്പൊ അത് ഓടിച്ചിട്ടാണ് അയാള് മറ്റ് ഈ ഗുഡ്സ് എല്ലാം കൊണ്ടുപോകുന്ന ഒരു ലോറി ഡ്രൈവറാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അയാൾ ഈ ഭാഗത്തേക്ക് വന്നിട്ടുള്ളത്. തിരുവനന്തപുരത്തിന്റെ നൈറ്റ് ലൈഫ് കേന്ദ്രമെന്ന കഴക്കൂട്ടം അറിയപ്പെടുമ്പോഴും സർക്കാർ തന്നെ രാത്രി ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഇടപെടലുകൾ നടത്തുമ്പോഴും ഇത്തരം സംഭവങ്ങൾ സ്ത്രീകളടക്കമുള്ള ജനങ്ങൾക്ക് വലിയ ആശങ്കയാണ് ഉണ്ടാക്കുന്നത്. ആ ആശങ്ക പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് റീജു നാഗപ്പനോടൊപ്പം റിപ്പോർട്ടർ ഗോപാൽ ശ്രീനാസനൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.